നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിവർഷം 6000 രൂപ, അതും 3 ഗഡുക്കളായി. രാജ്യത്തെ കർഷകരുടെ പ്രതിസന്ധിക്ക് സർക്കാരിന്റെ പ്രതിവിധിയാണിത്. മാസത്തിൽ ലഭിക്കുക 500 രൂപ. 500 രൂപയിലൂടെയും കർഷകരുടെ വായ്പയിൽ 3% പലിശ ഇളവ് നൽകുന്നതിലൂടെയും കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചവരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇതിന് വരുമാനം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ആദായ നികുതി ഇനത്തിൽ 18,500 കോടി രൂപ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് വിഭവ സമാഹരണം സാധ്യമാവുക? ഇതിനു പിന്നിലെ രാഷ്ട്രീയത്തെ പറ്റിയാണ് ഇത്തവണ രാഷ്ട്രീയം പരിശോധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബജറ്റ്, ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ബജറ്റ്, മോഡി സർക്കാരിന്റെ അവസാന ബജറ്റിന്റെ ആദ്യ വിശേഷണങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ട്, ശരി തന്നെ. Individual taxpayers having taxable annual income up to rupees 5 lakhs will get full tax rebate. $18,500 കോടി രൂപ വേണ്ടെന്ന് വെച്ച ആദായ നികുതി ഇളവ് പ്രഖ്യാപനത്തിന് ഭരണപക്ഷത്തു നിന്നും വൻ സ്വീകരണമാണ് ലഭിച്ചത്. 5 ലക്ഷം വരെയുള്ള ആദായത്തിന് നികുതി നൽകേണ്ടതില്ല. ഇതിനൊപ്പം 1.5 ലക്ഷം കൂടി നിക്ഷേപിച്ചാൽ അതിനും ഇളവ് ലഭിക്കും. ഒപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയാകുമ്പോൾ 7 ലക്ഷം. 2.5 ലക്ഷം എന്നതാണ് 5 ലക്ഷമായി ഉയർന്നത്. ഇതോടെ സർക്കാരിന് നഷ്ടമാകുന്നത് ഉറപ്പായും ലഭിക്കുമായിരുന്ന 18,000 കോടി രൂപയാണ്. ആദായ നികുതി നൽകുന്നവർ പ്രധാനമായും 2 വിഭാഗമാണ്: സ്വയം തൊഴിൽ കണ്ടെത്തിയവരും ശമ്പളക്കാരും. ശമ്പളക്കാരാകുമ്പോൾ നികുതി പിടിച്ച ശേഷമാണ് ശമ്പളം ലഭിക്കുക. സ്വയം പ്രഖ്യാപിക്കുന്ന ആദായത്തിന് മേലാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ നികുതി നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ആദായ നികുതി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതിലാണ് 18,500 കോടിയുടെ കുറവുണ്ടാകുന്നത്. ആദായ നികുതി നൽകുന്ന ലക്ഷങ്ങൾക്ക് ഈ ഇളവ് വലിയ അനുഗ്രഹം തന്നെയാണ്. എത്രയോ നാളത്തെ ആവശ്യമാണ്, അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ 18,500 കോടി തിരികെ പിടിക്കാൻ മറ്റെന്താണ് നിർദ്ദേശം? അവകാശവാദങ്ങളല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെയൊരു നിർദ്ദേശവുമില്ല. इकोनॉमी को नई गति से लेकर न्यू इंडिया के निर्माण तक सबका ध्यान इस बजट में रखा गया. അതായത് കർഷകരുടെ പ്രതിസന്ധി മറികടക്കുന്നതടക്കമുള്ള ക്ഷേമ പദ്ധതികൾക്കുള്ള പണത്തിൽ ഇത്രയും തുകയുടെ കുറവ് വരുമെന്ന് സാരം. കടക്കെണിയിലായി നട്ടം തിരിയുന്ന കർഷകന് അല്പം ആശ്വാസമാകുന്ന 6,000 രൂപയുടെ ആദ്യ ഗഡുവായ 2,000 രൂപ നൽകാൻ ഈ ബജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത് 20,000 കോടിയാണ്. 6,000 3 ഗഡുക്കളായാണ് ലഭിക്കുക. അതായത് 4 മാസം കൂടുമ്പോൾ 2,000 വീതം, മാസം 500 രൂപ. ദിവസക്കൂലിയായി കണക്കാക്കുമ്പോൾ 17 രൂപ. തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് മിനിമം കൂലി 350 രൂപയാണ്. പല സംസ്ഥാനത്തും ഇത്രയൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ശരാശരി 150 രൂപയ്ക്ക് മുകളിലാണ് മിനിമം വേതനം. കേരളത്തിലാണെങ്കിൽ ദേശീയ മിനിമം കൂലിയുടെ തന്നെ 2 ഇരട്ടിയെങ്കിലും നൽകേണ്ടി വരും. അത് തൽക്കാലം ചർച്ചയ്ക്കെടുക്കുന്നില്ല. പകരം ദേശീയ ശരാശരിയിൽ തന്നെ നിൽക്കാം. അതായത് ഒരു കർഷകൻ ദിവസക്കൂലിക്ക് പാടത്ത് പണിയെടുക്കാൻ ഒരു തൊഴിലാളിയെ വിളിച്ചാൽ അവന് നൽകേണ്ടത് ശരാശരി 180 രൂപയ്ക്ക് മുകളിൽ. ഇതിനു പുറമെയാണ് മറ്റു ചിലവുകൾ. ഈ ചിലവുകളെല്ലാം വഹിച്ച് കൃഷി ചെയ്യുന്ന കർഷകന് ഇപ്പോഴും താങ്ങുവില പോലും ഉറപ്പാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനു പകരമായി കണ്ടെത്തിയതാണ് വർഷം 6,000 രൂപ. കടക്കെണിയിൽപ്പെട്ട് കർഷക ആത്മഹത്യ കൂടുന്നതിനെതിരെ രാജ്യത്താകെ കർഷകർ പ്രക്ഷോഭത്തിലാണ്. അവർക്കാണ് ദിവസം 17 രൂപയ്ക്കടുത്ത് ലാഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻപ് UPA സർക്കാരിന്റെ കാലത്ത് 32 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് സർക്കാർ വലിച്ചു കയറ്റിയപ്പോൾ വലിയ ആക്ഷേപം ഉന്നയിച്ചവരാണ് ഇന്ന് കർഷകന് 17 രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തെയാണ് വൻ കരഘോഷത്തോടെ നാട്ടിലില്ലാത്ത പ്രഖ്യാപനമായി ഭരണപക്ഷം പാർലമെന്റിൽ സ്വീകരിച്ചത്.
പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമെന്ന ആക്ഷേപമുയരുന്നതിൽ തെറ്റ് എന്താണ്? ഇതാണോ നമ്മുടെ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള BJPക്ക് ചെയ്യാനാകുന്നത്? അതുപോലും സ്വന്തം കണ്ടെത്തലല്ല എന്നതാണ് വസ്തുത. കൃഷിയിറക്കാൻ തെലങ്കാനയും ഒഡീഷയും കർഷകന് ആനുകൂല്യം നൽകുന്നുണ്ട്. ഒരുപൂ കൃഷിക്ക് 4000-ഉം ഇരുപ്പൂ കൃഷിക്ക് 8000-വുമാണ് തെലങ്കാന നൽകുന്നത്. ഒഡീഷയാകട്ടെ ഇതിനൊപ്പം പാട്ടകൃഷിക്കാരനും ഈ ആനുകൂല്യങ്ങൾ നൽകുന്നു. കേന്ദ്ര ബജറ്റിലെ ആനുകൂല്യം അത്തരത്തിലൊന്നല്ല. ഇത് വർഷത്തിൽ 3 തവണയായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. അത് കൃഷിയിറക്കുന്ന സമയത്താകണമെന്നില്ല. സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് കൃഷിയിറക്കാനാകില്ല. അതിന് കാലവും സമയവുമൊക്കെയുണ്ട്. മഴയുൾപ്പെടെയുള്ള പല ബാഹ്യഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇന്നും നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം കർഷകർ കൃഷിയിറക്കുന്നത്. അപര്യാപ്തമാണെങ്കിൽ പോലും ഈ കിട്ടുന്ന ആശ്വാസം അതിനുപോലും ഉതകില്ലെന്നതാണ് അവസ്ഥ. ഇനിയുമുണ്ട് ഈ ഔദാര്യത്തിലെ കുഴപ്പങ്ങൾ. 5 ഏക്കർ വരെയുള്ള കർഷകനാണ് 4 മാസത്തിലൊരിക്കൽ 2000 രൂപ ലഭിക്കുക. എന്താണ് ഈ മാനദണ്ഡം? 10 50 സെന്റിൽ കൃഷി ചെയ്യുന്നവനും 5 ഏക്കറിൽ കൃഷി ചെയ്യുന്നവനും ഒരേ തുക എന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? 5 വർഷം ചെയ്ത ദ്രോഹത്തിന് ശേഷം കർഷകരെ അപമാനിക്കുക കൂടിയാണ് മോഡി സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ പാടെ തള്ളിക്കളയുന്നത് എങ്ങനെ? 3.5 लाख करोड़ रुपए 15 लोगों का कर्जा माफ कर सकते हो और किसान को आप 17 रुपए देते हो, दिन के 17 रुपए. अपमान नहीं है तो क्या है? കേന്ദ്ര സർക്കാരിന്റെ കർഷക അനുകൂല നടപടികൾ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചുവെന്നാണ് ഈ പ്രഖ്യാപനത്തിനിടെ പീയൂഷ് ഗോയൽ നടത്തിയ മറ്റൊരു അവകാശവാദം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കാർഷിക ഉൽപാദനം കുറഞ്ഞതും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തുച്ഛമായ വില പോലും ലഭിക്കാത്തതും? അതിനുമുണ്ട് താൽക്കാലിക ധനമന്ത്രിക്ക് മറുപടി. രാജ്യാന്തര വിപണിയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതാണ് ഒരു കാരണം. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായ നടപടി മൂലവും. സർക്കാർ നാണ്യപ്പെരുപ്പം പിടിച്ചു നിർത്തി. അതോടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. ധനമന്ത്രിയുടെ ആ ധനതത്വശാസ്ത്രം എത്ര ലളിതവൽക്കരിച്ചാലും മനസ്സിലാകണമെന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വന്തം ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ പോലും കഴിയാത്തവരാണ് നമ്മുടെ കർഷകരിൽ ഭൂരിപക്ഷവും. ഇവരുടെ ഉൽപ്പന്നങ്ങൾ രാജ്യാന്തര വിപണിയിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ഇടനിലക്കാർ വഴിയാണ്. തുച്ഛമായ വില നൽകി കർഷകരെ കബളിപ്പിച്ചാണ് ഇടനിലക്കാർ ഈ ഉൽപ്പന്നങ്ങൾ കൈക്കലാക്കുന്നത്. അത് തടയാൻ കഴിയാത്ത അധികാരികൾക്ക് രാജ്യാന്തര സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ന്യായീകരണം നിരത്താൻ എന്ത് അവകാശമാണുള്ളത്? സാമ്പത്തിക സർവേ പോലും പുറത്തിറക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഒരു സമ്പൂർണ്ണ ഇടക്കാല ബജറ്റ് പാർലമെന്റിൽ വച്ചത്. തിരഞ്ഞെടുപ്പ് വർഷം ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമാണ്. അത് ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയമുള്ള പാർട്ടിയാണെങ്കിലും ചെയ്യുകയും ചെയ്യും. പക്ഷേ വോട്ടെടുപ്പ് അടുക്കുമ്പോൾ അക്കൗണ്ടിൽ കുറച്ച് പണം എത്തുന്ന തരത്തിലുള്ള ഈ നടപടിയെ കർഷകരെ രക്ഷിക്കാനുള്ള ദീർഘവീക്ഷണമുള്ള മാതൃകാ നടപടിയായി വ്യാഖ്യാനിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ചില പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചതുപോലെ ഇത് ആത്മഹത്യ അലവൻസ് ആണെന്നൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കർഷകരെ രക്ഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അവർക്ക് നഷ്ടമില്ലാതെ കൃഷി ചെയ്യാനുള്ള അവസരമൊരുക്കുകയാണ് വേണ്ടത്. അതിന് MS സ്വാമിനാഥൻ നിർദ്ദേശിച്ചതുപോലെ ഉൽപാദന ചെലവും അതിന്റെ പകുതിയും ലഭിക്കുന്ന രീതിയിൽ, അതായത് കൃഷിക്കിറക്കുന്ന പണത്തിന്റെ 1.5 ഇരട്ടി ലഭ്യമാക്കുകയാണ് വേണ്ടത്. അത്തരമൊരു നടപടി സ്വീകരിച്ചാൽ തൊഴിലില്ലായ്മയ്ക്ക് പോലും അത് വലിയ അളവിൽ പരിഹാരമാവുകയും ചെയ്യും. നാടിനെ ഊട്ടുന്ന കൈകൾക്ക് കരുത്തു പകരാതെ ഡിജിറ്റലായെന്നോ ലോകശക്തിയായെന്നോ അവകാശപ്പെട്ടിട്ട് എന്തു കാര്യം? മീൻ പിടിച്ചു ജീവിക്കുന്നവന് അതിനുള്ള സൗകര്യമൊരുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എണ്ണിത്തിട്ടപ്പെടുത്തി കുറച്ച് മീൻ എത്തിച്ചു നൽകുകയല്ല. നഗരത്തിലും നാട്ടിൻപുറത്തും കുന്നിൻ മുകളിലും നദിക്കരയിലുമെല്ലാം വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ശവക്കല്ലറകൾക്കിടയിൽ വിദ്യാലയമുണ്ടാകുമോ? അങ്ങനെയൊരു വിദ്യാലയമുണ്ട് ബംഗളൂരു നഗരത്തിലെ ഏറ്റവും വലിയ ശ്മശാനമായ കൽപ്പള്ളിയിൽ. സമാനമായ മറ്റൊന്ന് ജാർഖണ്ഡിലെ ലോഹാർദാഗയിലാണ് പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായ ഈ 2 വിദ്യാലയങ്ങളുടെയും വിശേഷങ്ങളിലേക്കാണ് അറിയാത്ത ഇന്ത്യ ആദ്യം പോകുന്നത്.
അതിശയിക്കേണ്ട, ഈ ദൃശ്യങ്ങൾ കൽപ്പള്ളി സെമിത്തേരിയിൽ നിന്നുള്ളത് തന്നെയാണ്. കല്ലറകൾക്ക് മുകളിൽ ഭയമില്ലാതെ ഇരുന്നും അവയ്ക്ക് കുറുകെ ചാടിയും കുട്ടികൾ ഇവിടെ സന്തോഷത്തോടെ കളിച്ചു നടക്കുകയാണ്. രണ്ടു വർഷം മുമ്പ് ഇവിടെ എത്തിയാൽ ഇതാവില്ല നിങ്ങൾ കാണുക. ശ്മശാനങ്ങളിൽ കുഴി കുത്തുന്നത് അടക്കമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെയാകും അന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. രണ്ടു ചെറുപ്പക്കാരുടെ പരിശ്രമങ്ങളാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ. സെന്റ് ജോസഫ് കോളേജ് ഓഫ് കൊമേഴ്സിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സാമുവൽ ഗ്ലാഡ്സണും ഡ്രീം ഇന്ത്യ നെറ്റ്വർക്കിലെ പ്രൊജക്ട് മാനേജറായ ഗ്ലീഡ ഡിസിൽവയുമാണ് ആ രണ്ടു ചെറുപ്പക്കാർ. 2 വർഷം മുമ്പ് ഇവർ സെമിത്തേരിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ കാണാനിടയായി. സ്കൂളിൽ പോകേണ്ട സമയങ്ങളിൽ മാതാപിതാക്കൾക്കൊപ്പം ജോലി ചെയ്യുന്ന കുട്ടികളെ സഹായിക്കാൻ ഇതോടെ ഇവർ തീരുമാനിച്ചു. So in the year 2016, on Feb 3rd, we started this program. I was very shocked to see children playing with skulls and dancing for the death music and every day. And that triggered me, and then I felt like doing something, and that is how we started this organization. We created this project called Rupantara, which focuses on children's education. തീരുമാനം മാത്രമല്ല, പ്രവൃത്തിയും ആരംഭിച്ച ഇവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ഹാൻഡ് ടു ഹാൻഡ് എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. തുടർന്ന് രൂപാന്തര എന്ന പേരിൽ പദ്ധതിയും ആവിഷ്കരിച്ചു. 2016-ൽ രൂപാന്തര പ്രായോഗികമാക്കി. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് സെമിത്തേരിയിൽ തന്നെ ക്ലാസുകൾ നൽകാൻ തുടങ്ങി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. So we do that through creative learning. They also learn spellings from what is written carved on the tombstones. So we help them identify alphabets from the tombstones. Our children want to become teachers and lawyers, and this maybe wouldn't become a reality if they weren't put in mainstream education. പ്രതികൂല ജീവിത സാഹചര്യങ്ങൾ കാരണം പഠനം നിർത്തിയ പലരും ഇന്ന് വീണ്ടും പഠിക്കാനുള്ള ഉത്സാഹം വീണ്ടെടുത്തു കഴിഞ്ഞു. ഭാവിയെക്കുറിച്ച് ഇവർ ലക്ഷ്യം വെക്കാനും സ്വപ്നം കാണാനും തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളുടെ മാതാപിതാക്കളും സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരാണ്. ഈ സ്കൂൾ കൽപ്പള്ളിയിലെ മാത്രം പ്രത്യേകതയല്ല. ഛത്തീസ്ഗഡിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ലോഹർദാഗയിലുമുണ്ട് ഇത്തരത്തിലുള്ള സ്കൂൾ. GEL മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി സ്കൂൾ നിലനിൽക്കുന്നത് മിഷന്റെ പള്ളി സെമിത്തേരിയോട് ചേർന്നാണ്. ഇവിടുത്തെ കല്ലറകൾക്ക് മുകളിൽ കുട്ടികൾ ഇരുന്നും ചാടിയും കളിക്കാറുണ്ട്. കൃഷിയും കാർഷിക സംസ്കാരവുമൊക്കെ രാജ്യത്ത് പലയിടത്തും അന്യം വന്നു കഴിഞ്ഞു. കൃഷിഭൂമി പലയിടത്തും തരിശായി മാറി. തരിശായ കൃഷിഭൂമിയിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് നോയിഡയിലെ കർഷകർ. കൃഷിഭൂമി കുട്ടികൾക്ക് ക്രിക്കറ്റ് മത്സരത്തിനുള്ള വേദിയായി വാടകയ്ക്ക് നൽകുകയാണിവർ. കൃഷിഭൂമിയിൽ നിന്ന് ക്രിക്കറ്റ് വേദിയിലേക്കുള്ള ഈ മാറ്റത്തെപ്പറ്റി കാണാം അറിയാത്ത ഇന്ത്യയിൽ ഇനി. കൃഷി നഷ്ടത്തിലായതോടെയാണ് കർഷകരിൽ പലരും കൃഷി ഉപേക്ഷിക്കാൻ തുടങ്ങിയത്. കാർഷിക യന്ത്രങ്ങൾ സുലഭമാണെങ്കിലും കഷ്ടപ്പാട് കൂടുതലും വരുമാനം കുറയുന്നതും അപ്രതീക്ഷിത നഷ്ടങ്ങളും ആളുകൾ കൃഷിയിൽ നിന്നും അകലാൻ കാരണമായി. ഇതോടെ കൃഷിയിടങ്ങൾ തരിശായി കിടക്കാൻ തുടങ്ങി. ഭൂമിക്കുള്ള നികുതി അടയ്ക്കുകയല്ലാതെ അതിൽ നിന്നുള്ള വരുമാനവും നഷ്ടമായി. ഇതോടെയാണ് കൃഷിയിടത്തിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള മാർഗം തിരയാൻ കർഷകർ തുടങ്ങിയത്. ഈ അന്വേഷണം എത്തിച്ചേർന്നത് മത്സരവേദികൾ അന്വേഷിച്ച് നടന്ന കായിക സംഘടനക്കാരിൽ. ഇരുവിഭാഗങ്ങളും പരസ്പരം കൈകോർത്തു. പാടം മൈതാനത്തിന്റെ രൂപം കൈക്കൊണ്ടു. കർഷകന് വരുമാനവും കുട്ടികൾക്ക് ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള വേദിയും ലഭിച്ചു. ग्राउंड इसलिए बनाया सर, खेती में सब तो हो गए अपनी कंपनी के हुए, अब कोई रहा नहीं खेती करने वाला, और मैं कहाँ से अकेला करता हूँ ये बताओ, अब इसलिए ग्राउंड बना दिया। और आमदनी भी कम थी? आमदनी कम थी सर, अब इसमें वही एक परिवार का खाना निकल ही जाता है।
ചില കർഷകർ ഭൂമി പാട്ടത്തിന് നൽകുമ്പോൾ മറ്റു ചിലർ ഭൂമി മൈതാനമാക്കി മാറ്റിയ ശേഷം വാടകയ്ക്കും നൽകാറുണ്ട്. ഡൽഹിയിൽ ഉയരുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ്. ഇതനുസരിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ പ്രശ്നത്തിന് വലിയൊരളവ് വരെ പരിഹാരമുണ്ടാക്കാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുന്നു. दैट इज़ अ वेरी गुड इनिशिएटिव. एक बहुत ही अच्छा इनिशिएटिव है. जितने भी किसान हैं उन लोगों ने, अगर आप यहाँ पर भी देखेंगे आसपास जितने भी खेत हैं उनके बीच में ये ग्राउंड बन रखा है. तो एक इट्स अ गुड इनिशिएटिव ताकि वो प्रमोट कर रहे हैं क्रिकेट को और ताकि लोग यहाँ पर आ सकें और खेल सकें. एंड नो डाउट इस चीज़ से उनको आमदनी भी हो रही है. तो एक बोथ साइड विन विन सिचुएशन है. जो लोग क्रिकेट पसंद करते हैं और जो लोग क्रिकेट को खेलना चाहते हैं वो लोग यहाँ पर आके खेल सकते हैं और किसानों को पैसा भी मिल रहा है. देख सकते हैं कि गवर्नमेंट के द्वारा प्रोवाइड किए गए स्टेडियम्स थोड़ा कम पड़ रहे हैं देश में, और खेलो इंडिया एक नया प्रोग्राम शुरू हुआ है गवर्नमेंट का. तो अगर हमें बहुत जल्दी फास्ट रिजल्ट चाहिए हैं तो मेरी समझ से ये इनिशिएटिव बहुत अच्छा है कि किसान अपनी ज़मीन को इस तरीके से डेवलप करके एक नया प्रोजेक्ट बना के एक तरीके से और किराए पे उठाए, उसकी आमदनी भी बढ़ेगी और लोगों को सुविधाएं भी, मूलभूत सुविधाएं भी मिलेंगी. ഇന്ന് ഈ മൈതാനങ്ങളിൽ പരിശീലനത്തിനെത്തുന്നത് 100-ലേറെ കുട്ടികളാണ്. ആരോഗ്യകരമായ പാതയിലേക്കുള്ള ഈ മാറ്റത്തിന് മികച്ച പ്രതികരണമാണ് എല്ലാ മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് തമിഴ്നാട്. ഇവിടുത്തെ പല പ്രദേശങ്ങളെയും ക്ഷേത്ര നഗരങ്ങളെന്നും വിളിക്കാറുണ്ട്. അതിലൊന്നാണ് മധുര. മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം കൊണ്ട് പ്രസിദ്ധമാണ് ഇവിടം. വിശ്വാസവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന മധുരയുടെ കാഴ്ചകളിലേക്കാണ് ഇത്തവണ കാണേണ്ട ഇന്ത്യയിൽ യാത്ര. ക്രിസ്തുവർഷത്തിനും 300 കൊല്ലം മുൻപ് വരെയുള്ള ചരിത്രമുണ്ട് മധുരയ്ക്ക് പറയാൻ. പഴയകാല റോമൻ രാജ്യവുമായി വ്യാപാര ബന്ധത്തിന്റെ തെളിവുകൾ മധുരയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലുള്ള മധുരയുടെ ചരിത്രം ഇന്ന് ലഭ്യമാണ്. ചരിത്രത്തിനു പുറമെ ശില്പകല ിൽ നിന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനായി കവാടങ്ങൾ ഉൾപ്പെടെ 4 ഗോപുരങ്ങളുമുണ്ട്. ശില്പശാസ്ത്ര രീതി അനുസരിച്ചാണ് നായ്ക്കർ ക്ഷേത്രം വിന്യസിച്ചത്. ക്ഷേത്രത്തിനോടൊപ്പം ക്ഷേത്ര നഗരവും സമീപത്തെ തെരുവുകളുമെല്ലാം ഇതിനനുസൃതമായാണ് ഒരുക്കിയത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ 2 പ്രധാന ക്ഷേത്രങ്ങളും ഒട്ടനവധി ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്.
ഒപ്പം മധ്യത്തിൽ സ്വർണ്ണത്താമര സ്ഥാപിച്ചിട്ടുള്ള കുളവും ദൃശ്യമാണ്. പൊൻതാമരക്കുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആദിതീർത്ഥമെന്നും ശിവഗംഗ എന്നും ഉത്തമതീർത്ഥമെന്നും ഈ കുളം അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം 1000 കാൽ മണ്ഡപമാണ്. കല്ലിൽ കൊത്തിയ ദേവതാശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞതാണ് 1000 കാൽ മണ്ഡപം. ക്ഷേത്രമതിലിനോട് ചേർന്നും മതിൽക്കെട്ടിൽ കാണപ്പെടുന്നതുമായ ഗോപുരങ്ങളിൽ ദക്ഷിണ ഗോപുരമാണ് ഏറ്റവും ഉയരമേറിയത്. ചിത്രഗോപുരം എന്നറിയപ്പെടുന്ന ഗോപുരമാണ് 7 എണ്ണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം. ഗോപുരത്തിലുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ചിത്രപണികളുമാണ് ആ പേരിന് കാരണം. മീനാക്ഷി ക്ഷേത്രത്തിനും കിളിക്കൂട് മണ്ഡപത്തിനും ഇടയിലാണ് ഈ ഗോപുരം. മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഏറ്റവും വലിയ ക്ഷേത്രം ഭഗവാൻ ശിവന്റെ അവതാര രൂപമായ സുന്ദരേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 15ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സുന്ദരേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന ഒരു പ്രത്യേകതയുമുണ്ട്. സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെയും മീനാക്ഷി ക്ഷേത്രത്തിന്റെയും ഗോപുരഭാഗങ്ങൾ സ്വർണം പൂശിയതാണ്. ഇതിനു പുറമെ ഒരു ക്ഷേത്രങ്ങൾക്കും മധ്യേ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഗണേശ വിഗ്രഹവും കാണാൻ സാധിക്കും. മധുരയിലേക്ക് എത്തുക ഏതു മാർഗത്തിലും എത്താം. മധുര വിമാനത്താവളത്തിലേക്ക് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് നേരിട്ടെത്താൻ സാധിക്കും. മധുര റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പുണ്ട്. ചെന്നൈ, ബംഗളൂരു, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ട് റോഡ് മാർഗം മധുരയിലെത്താനും സാധിക്കും. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ അധ്യായം അങ്ങനെ ഇവിടെ പൂർത്തിയാവുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും കൗതുകങ്ങളും വാർത്തകളും വിശകലനങ്ങളുമൊക്കെയായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.